ഹലോ, എല്ലാവർക്കും നമസ്കാരം. വയനാട്ടിലെ തുരങ്കപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിനടുത്തുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽ അന്തരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രക്ഷാപ്രവർത്തനം വേഗം പൂർത്തിയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സ്പിരിറ്റിനെ കുറിച്ച് ഒരു വീഡിയോ കൂടി വരികയാണ്. കാരണം പല ചോദ്യങ്ങളും ഉണ്ടായി. ആ ചോദ്യങ്ങളിൽ രണ്ട് കാര്യങ്ങളായിരുന്നു. അത് സ്പിരിറ്റിന്റെ വിതരണത്തെ സംബന്ധിച്ച് ഞാൻ ചെറുതായി സൂചിപ്പിച്ചു. ഏതൊക്കെ തരത്തിലുള്ള മദ്യം വിതരണം ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊരു ചോദ്യം വീണ്ടും ഉണ്ടായി. പിന്നീട് ഈ സർക്കാർ ഇതിന്റെ നിർമ്മാണം നടത്തുന്നതിനെ കുറിച്ച് ചോദ്യം ഉണ്ടായി. അപ്പോൾ നേരത്തെ തന്നെ പല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും സ്പിരിറ്റ് നിർമ്മാണം, കേരളത്തിൽ സ്പിരിറ്റ് നിർമ്മിക്കുന്ന ചില കരിമ്പിൻ നീരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഇടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മദ്യ ബോട്ടിലിങ്ങും ഉണ്ടായിരുന്നു. ജവാൻ എന്ന ബ്രാൻഡിൽ മദ്യ ബോട്ടിലിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തോ അത് ആണെന്ന് ഈ വാർത്തകൾ കേട്ടു. പിന്നീട് പക്ഷെ കേരളത്തിൽ കൂടുതൽ സ്പിരിറ്റും വ്യാവസായിക ആവശ്യമായിക്കോട്ടെ, ഭൂരിപക്ഷവും വലിയ അളവ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യാണ് വ്യാവസായിക ആവശ്യങ്ങൾക്കും പിന്നീട് ലബോറട്ടറി ആവശ്യങ്ങൾക്കും. ഇപ്പോൾ പെട്രോളിൽ കലർത്താൻ 20%, നമുക്ക് കൊച്ചിയിൽ റിഫൈനറി ഉണ്ട്, അവിടെ പെട്രോള് റിഫൈനറിയിൽ ഇതൊക്കെ വേർതിരിച്ച് പെട്രോൾ പുറത്തേക്ക് വരുന്നതിൽ എന്ത് കലർത്തിയിട്ടാവും വരിക? ആ 20% ആൽക്കഹോൾ കലർത്തിയിട്ടാവും വരിക, എത്തനോൾ കലർത്തിയിട്ടാണ്. അതിനുള്ള എത്തനോളും സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നാണ് അവിടേക്ക് വരുന്നത് എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ആ നിലയിലാണ് ഇതിന്റെ നിർമ്മാണത്തെ കുറിച്ച് ഞാൻ കാണുന്നത്. അപ്പോൾ പാലക്കാട്ട് ഒരു സ്പിരിറ്റ് ഫാക്ടറി നിർമ്മിക്കാനുള്ള സംരംഭം തുടങ്ങാനുള്ള പ്രാഥമിക അനുമതി കിട്ടി. അതിനെ ചൊല്ലിയുണ്ടായ വലിയ വിവാദങ്ങളും എന്തായാലും അതിന്റെ നിർമ്മാണ ഘട്ടത്തിലേക്കൊന്നും കടന്നില്ല. പാലക്കാട്ട് അത് സംഗതി നടന്നില്ല. അപ്പോൾ വലിയ വിവാദം ഉണ്ടായി. കേരളം മദ്യം ഒഴുക്കാൻ വേണ്ടിയാണ് പരിപാടി എന്ന നിലയിൽ വലിയ വിവാദം ഉണ്ടായി. മത മേലധ്യക്ഷന്മാര്, സാംസ്കാരിക നായകരൊക്കെ ഇതിനെ കേരളത്തെ മദ്യത്തിൽ മുക്കുന്നതിനെതിരെ വലിയ ധാർമ്മിക രോഷം പൂണ്ട് വരികയുണ്ടായി. യഥാർത്ഥത്തിൽ അതൊരു സ്പിരിറ്റ് ഫാക്ടറി ആയിരുന്നു. കരിമ്പിൻ നീരിൽ നിന്നായിരുന്നില്ല. കരിമ്പിൻ നീരിൽ നിന്ന് പഞ്ചസാര മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ആയിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ബ്രോക്കൺ റൈസിൽ നിന്നും അതുപോലെയുള്ള വസ്തുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ, അതായത് ഉപയോഗയോഗ്യമല്ലാത്ത അരിയിൽ നിന്നും ഒക്കെ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു. അതായത് നമുക്ക് വിൽക്കാൻ കഴിയാത്ത, ചോറായിട്ട് മാറ്റാൻ കഴിയാത്ത അരിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മാറ്റുന്നത്. പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉടനെയും കുറച്ച് പ്രശ്നമുണ്ടായ അരിയൊക്കെ മാറ്റുമല്ലോ. അത്തരം അരിയിൽ നിന്നും അതുപോലെയുള്ള വസ്തുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു അവിടുത്തെ പരിപാടി. പക്ഷെ അവിടെ ഉയർന്നു വന്ന എതിർപ്പിൽ ചില പോയിന്റുകളുണ്ട്. നമ്മളീ പറഞ്ഞ മദ്യത്തിൽ നിറയ്ക്കുക എന്നുള്ളത്. കാരണം അവിടുന്ന് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന് എത്തനോൾ ഇതിൽ കലർത്താൻ, പെട്രോളിൽ കലർത്താനുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന അത് കേരളത്തിന് ഒരു സാമ്പത്തിക ആക്ടിവിറ്റിയാണ്. അത് വളരെ നമുക്ക് ഉപയോഗപ്രദമായ ഒരു കാര്യമാകും. ഇനി ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ആയിക്കോട്ടെ, ലബോറട്ടറി സ്പിരിറ്റ് ആയിക്കോട്ടെ, അതും അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ സ്പിരിറ്റ് ആവശ്യമാണ്. പക്ഷെ എന്തായാലും ഫാക്ടറിക്കാർ അവർക്ക് എന്തുകൂടി ഇതുണ്ട്, ഈ എണ്ണ കൂടി ഉൽപ്പാദിപ്പിക്കാനുള്ള പരിപാടിയുണ്ട്, അതായത് മദ്യ ഉൽപാദനത്തിന്. അപ്പൊ ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കും, മദ്യ ഉൽപാദനത്തിനായിട്ടും അതിന്റെ ഒരു ചെറിയ ഭാഗം ഉപയോഗിക്കുന്നുണ്ടാവും എന്നത്. അത് അവിടുന്ന് വരുന്ന സ്പിരിറ്റ് അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റ് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കർണാടകത്തിൽ നിന്നാണ് സ്പിരിറ്റ്. മദ്യോൽപാദനത്തിനായാലും ബാക്കി എല്ലാ കാര്യത്തിനും കർണാടക സ്പിരിറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഇവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ടാണ് ഒരു ഫാക്ടറി മുന്നോട്ട് വന്നത്, ഒരു കൂട്ടർ മുന്നോട്ട് വന്നത്. ഞാൻ അവരുടെ പേരൊന്നും ഓർക്കുന്നില്ല. ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഒന്ന് ജലത്തിന്റെ പ്രശ്നം. അതൊരു കാര്യം ആണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അവരതിന്റെ പ്രൊപ്പോസലിൽ അംഗീകരിച്ച് മലമ്പുഴ ഡാമിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കും. പക്ഷെ അതിന് 60% റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിൽ എടുക്കുമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന പരിപാടി നമ്മൾ കേരളത്തിൽ കാര്യമായിട്ട് ഇവിടെ ഇല്ല. ഈ വെൽ റീചാർജ്, ഉറവകൾ വീണ്ടും സജീവമാക്കാനായിട്ട് ഈ വെള്ളം താഴേക്ക് ഇറക്കുന്ന പരിപാടി ഇവിടെ പലയിടത്തും ഒക്കെ നടക്കുന്നത്. മറ്റേത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന വെള്ളം ശേഖരിച്ച് വലിയ ടാങ്കുകളിൽ ശേഖരിച്ച് മഴയില്ലാത്ത കാലത്ത് ഉപയോഗിക്കുന്നതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് ചെറിയ ടാങ്കുകളൊക്കെ പല പുതിയ കെട്ടിടത്തോടനുബന്ധിച്ചുണ്ടാക്കും. പക്ഷെ അത് 1 മാസം ഉപയോഗിക്കാനുള്ള വെള്ളത്തിന്റെ ഒരു ടാങ്ക് ഒക്കെ പരമാവധി ഉണ്ടാവുള്ളൂ.
അപ്പൊ ബാക്കി 11 മാസവും വേറെ വെള്ളത്തിന്റെ സോഴ്സ് വേണം. നമുക്ക് സ്ഥല സൗകര്യമില്ല ഈ വലിയ ടാങ്കുകൾ കെട്ടാൻ വേണ്ടിയിട്ട്. രാജസ്ഥാനിലൊക്കെ ഉണ്ട്, അവര് വലിയ കെട്ടിടത്തിന്റെ അടിയിൽ ബേസ്മെന്റ് എന്ന് പറയുന്ന വലിയ ടാങ്കുകൾ നിർമ്മിക്കാറുണ്ട്. കാരണം അവിടെ മഴ അപൂർവമാണ്. പക്ഷെ ആ ഒരു 6 മാസത്തോളം അവർക്ക് ആ വെള്ളം മതിയാവുമെന്നാണ്. ഈ ഇത്ര ചെറിയ മഴ. അപ്പൊ കേരളത്തിലാകുമ്പോൾ ഇഷ്ടംപോലെ മഴയുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു വർഷം കിട്ടുന്ന മഴയത്ത് ഒരു സ്ഥലത്ത് കിട്ടുന്ന, ഒരു ഏക്കർ സ്ഥലത്തൊക്കെ കിട്ടുന്ന ജലം എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് 2 വർഷം ഉപയോഗിക്കാനുണ്ടാവും. പക്ഷെ നമുക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. വലിയ ടാങ്ക് കെട്ടണമെങ്കിൽ അത്രയും സ്ഥലം വേണ്ടി വരും, അതിൽ ശേഖരിക്കേണ്ടി വരും. ഇത് പാലക്കാട് അഹല്യ കോളേജിൽ അവരുടെ ജലത്തിന്റെ ഭൂരിഭാഗം നീടും അങ്ങനെയാണ്. അവർക്ക് വലിയ ടാങ്ക് ഉണ്ട്, ഭീമാകാരമായ ടാങ്ക് സ്ഥലത്ത് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ആ മാതിരി ടാങ്ക് ഇവർ ക്യാമ്പസിൽ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അങ്ങനെ നടന്നില്ല. പിന്നെ അതിന്റെ പൊള്യൂഷൻ ഉണ്ടാവുമോ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ പല സ്പിരിറ്റ് ഫാക്ടറിക്ക് അടുത്തും പ്രശ്നങ്ങളുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ നടക്കുന്ന സ്പിരിറ്റ് ഫാക്ടറി, ഈ അരിയിൽ നിന്നും മറ്റ് പദാർത്ഥങ്ങളിൽ നിന്നും സ്പിരിറ്റ് ഉൽപ്പാദിക്കുന്നിടത്തൊക്കെ ഈ പൊള്യൂഷന്റെ പ്രശ്നവും ജല ദൗർലഭ്യം ഉണ്ടാകുന്നു. ഭൂഗർഭജലം അവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്നാ പറഞ്ഞത്. എന്തായാലും കേരളത്തിന് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ മദ്യം ഒഴുകുകയൊന്നുമില്ല. കാരണം ഇല്ലെങ്കിൽ മദ്യം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, മദ്യത്തിനായിട്ടും സ്പിരിറ്റ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മദ്യം ഒഴുകുമെന്ന് പറഞ്ഞ് ധാർമ്മിക രോഷം പൂണ്ടവര് ഒക്കെ യഥാർത്ഥത്തിൽ അത് വേറെ ഉദ്ദേശമായിരുന്നു. തന്നെയുമല്ല, അതിൽ ഈ കർണാടകത്തിൽ നിന്ന് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നവരുടെ വലിയ താല്പര്യവും അതിലുണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥ പിക്ചർ എന്ന് പറയുന്നത്. ജലത്തെക്കുറിച്ചുള്ള പ്രശ്നം അങ്ങനെയല്ല, പക്ഷെ അവർ ഉന്നയിച്ച വാദഗതികളും ആ രീതിയും അതായിരുന്നു എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ജലദൗർലഭ്യം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. എനിക്ക് അതിൽ 2 അഭിപ്രായമില്ല. പൊള്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നതും നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ അതും അന്വേഷിക്കേണ്ട വിഷയമാണ്. ഏത് ഫാക്ടറി ആണെങ്കിലും അത് വേറെ കാര്യം. ഇനി ഈ ഏത് തരം മദ്യങ്ങൾ, അത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആ ചോദ്യം ഉന്നയിച്ചാലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ വരുന്നു എന്ന് കേൾക്കുന്ന അതേ ചൊല്ലിയുള്ള തർക്കങ്ങളാണല്ലോ, അതേ ചൊല്ലിയുള്ള സംഭാഷണങ്ങളാണല്ലോ. ഇപ്പൊ അതിനെ ചൊല്ലി തർക്കമൊന്നുമില്ല, അത് ഏകദേശം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിയാണ്. ഇവിടെ നമ്മുടെ സാംസ്കാരിക നായകർക്കോ മതമേലധ്യക്ഷന്മാർക്കോ അത് വലിയ പ്രശ്നമല്ല. അവരതിനെ എതിർത്തു എന്ന് വരുത്തി തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് വരാൻ പോവുകയാണ്. എന്തായാലും ബജറ്റിന്റെ ഓട്ടോൺ അക്കൗണ്ടൊക്കെ പാസ്സാവുന്നതോടുകൂടി അവര് ഇത് അവിടെ ഇറക്കുമെന്നാണ് കാണുന്നത്. അത് എന്താണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽ ചെയ്യാത്ത, അതായത് വാറ്റുക എന്ന് മലയാളത്തിൽ പറയുന്ന, വാറ്റാത്ത അല്ലെങ്കിൽ സ്വേദനം ചെയ്യാത്ത തരം മദ്യമുണ്ട്. അത് വീര്യം കുറഞ്ഞത്, അതിന്റെ ടാക്സ് നിരക്ക് വേറെയാണ്. ബിയറും വൈനും ഒക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷെ ചിലരൊക്കെ ഈ ബിയർ സ്ട്രോങ് ആക്കാൻ സ്പിരിറ്റ് ചേർക്കുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ അത് ചേർക്കാൻ പാടില്ല എന്നാണ്. അത് സ്വാഭാവികമായി ഫെർമെന്റേഷനിൽ ഉണ്ടായി അതിന്റെ ഫിൽട്രേഷൻ പ്രോസസ്സ്, ആ പറയുന്ന നിയതമായ പ്രോസസ്സ് ഒക്കെ ചെയ്തു വേണം ബിയർ ആയാലും വൈനായാലും പുറത്തു വരേണ്ടത് എന്നാണ് അതിനെക്കുറിച്ചുള്ള നിയമം. അപ്പൊ അതോടൊപ്പമാണ് ഈ ഹോർട്ടി വൈൻ എന്ന് പറയുന്നത്. വൈൻ മുന്തിരിയിൽ നിന്ന് മാത്രമല്ല, വൈറ്റ് ഗ്രേപ്പിൽ നിന്ന് മാത്രമല്ല, മറ്റ് പഴങ്ങളിൽ നിന്ന് വൈൻ ഉൽപ്പാദിപ്പിക്കാം. അത് നമ്മുടെ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള എസ്റ്റേറ്റ് വീടുകളിലും മലയോര പ്രദേശത്തെ കർഷകരും ഒക്കെ ചെറിയ തോതിൽ അവരുടെ സ്വന്തം ഉപയോഗത്തിനൊക്കെ ചെയ്യാറുള്ളതാണ്. അതൊരു വലിയ കാര്യമായിട്ട് ആരും പരിഗണിക്കാറുമില്ല. അപ്പൊ അത് ചെയ്യുന്ന അതിൽ 1-2% ഒക്കെ ആൽക്കഹോൾ സാധാരണ ഉണ്ടാവുള്ളൂ. കൂടുതൽ ഫെർമെന്റ് ചെയ്താൽ 5% വരെയൊക്കെ എത്താം അതിൽ. അപ്പൊ അതാണ് ഒരു നിർദ്ദേശം. അപ്പൊ അത്തരം അത് വിൽക്കാൻ ഉള്ള ഒരു അനുമതി, അതായത് ഇത്തരം കൈതച്ചക്ക കൃഷി ആയിക്കോട്ടെ, മറ്റ് പഴവർഗ്ഗങ്ങൾ, വാഴപ്പഴത്തിൽ നിന്നും അങ്ങനെ ചെയ്യാം, അതിൽ നിന്നും വൈൻ എടുക്കാം, വാഴപ്പഴത്തിൽ നിന്നും ഇത്തരം വൈൻ ഉത്പാദിക്കാം. അത് ചെയ്യുന്നവർക്ക് അത് ഒരല്പം വലിയ തോതിൽ ചെയ്യുന്നവർക്ക് ഇത് ആരംഭിക്കാൻ ഒരു അവസരം എന്ന നിലയിൽ അത് വന്നു. അതിന്റെയും ഈ ടാക്സ് കുറഞ്ഞ ഒരു നിരക്കാണ് പ്രപ്പോസ് ചെയ്തത്. അതാണ് ഒരു സംഗതി. ഇപ്പൊ പക്ഷേ ഈ 1-2 കമ്പനികൾ, ബക്കാടി കമ്പനിയിൽ നിന്ന് നിർദ്ദേശം വന്നു. അത് മുൻപ് ഗവൺമെന്റ് ഇരിക്കുമ്പോൾ തന്നെ വന്ന നിർദ്ദേശമാണ്. പക്ഷെ ആ നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോഴത് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് വേറെയാണ് കാര്യം. അത് ബ്ലെൻഡിങ് ആണ്. ഏത് നമ്മുടെ ENA എന്ന് വിളിക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോള് എന്ത് ചെയ്ത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്ന എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, വാറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ വാറ്റുചാരായം ഒരല്പം എടുക്കുക, അതിലേക്ക് രുചിയും മണവും ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള, രുചിയും മണമൊന്നും അത്ര ഇതായി വരാതിരിക്കാൻ വേണ്ടിയുള്ള ബ്ലെൻഡിങ്. അത് മദ്യത്തിന്റെ ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഒരു കല തന്നെയാണ്. അപ്പോൾ ഒരു 5%, 10% വരെ ഒരു നികുതി നിരക്കും, 10-ൽ നിന്ന് കൂടുതലുള്ള 20% വരെ വേറൊരു നികുതി നിരക്കും എന്നാണ് ബജറ്റിലെ നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ നികുതി കുറച്ച് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ
അത് വേറെ ഒരു സംഗതിയാണ്. അത് സാധാരണ അത് ഉപയോഗിക്കപ്പെടുന്നത് അതിൽ അവരുടെ പ്രപ്പോസൽ 5% കൂടുതലുള്ള എന്തോ ഇറക്കാനാണ്. അപ്പോൾ ഇത്തരം ഇപ്പൊ കേരളത്തിന് പുറത്ത് പലയിടത്തും അത് കിട്ടുന്നുണ്ട്. നമ്മൾ വിമാനയാത്ര ചെയ്യുന്നവർ ദുബായ് എയർപോർട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത്തരം ഡ്രിങ്ക്സ് ഇരിക്കുന്നത് കണ്ടത്, അവരുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ. അതുകൊണ്ടാണ് ദുബായ് എയർപോർട്ടല്ല മറ്റ് എയർപോർട്ടുകളിലൊക്കെ ഇത് ലഭ്യമാണ്. ഇത്തരം വീര്യം കുറഞ്ഞ പല ഫ്ലേവറുള്ള മദ്യമാണെന്ന് തോന്നാത്ത, അതായത് രുചിയിലോ മണത്തിലോ മദ്യമാണെന്ന് തോന്നാത്ത, എന്തായാലും അതിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഒരു ചെറിയ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതിനെ മൂടി വെക്കുന്ന, ക്യാമഫ്ലാഷ് ചെയ്യുന്ന ഘടകങ്ങൾ ചേർത്ത് വെക്കുന്ന റെഡി ടു ഡ്രിങ്ക്. അപ്പോൾ മിക്കവാറും ഇതിൽ ഓപ്പൺ ചെയ്യാവുന്ന ക്യാൻ പോലെയുള്ളതാകാം, ചിലപ്പോൾ ബോട്ടിലും ആകാം. അത് പൊട്ടിച്ചാൽ അപ്പടി തന്നെ കുടിക്കാവുന്ന മദ്യമാണ്. ഇത് ലക്ഷ്യം വെക്കുന്നത് ഇവരുടെ ഒരു നിർദ്ദേശത്തിൽ തന്നെ കൊടുത്ത ഒരു ആദ്യം നിർദ്ദേശമല്ല, അപേക്ഷയിൽ തന്നെ പറഞ്ഞത് കേരളത്തിൽ വലിയ മീറ്റിങ്ങുകൾ നടത്താനാവുന്നില്ല, കാരണം സ്ത്രീകൾക്ക് വേണ്ട സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സ്ത്രീകളുടെ ഒരു ഡ്രിങ്ക് ആയിട്ടാണ് ഇതിനെ പലയിടത്തും കണക്കാക്കുന്നത്. ഈ കമ്പനിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പുതിയൊരു സെക്റ്റിലേക്ക് രണ്ട് കൂട്ടരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്ന കമ്പനി. ലക്ഷ്യം വെക്കുന്ന ഒന്ന് സ്ത്രീകളെയാണ്, രണ്ട് ഇപ്പൊ സ്ത്രീകൾ കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കഴിക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീകൾ കഴിക്കുന്ന മദ്യപിക്കുന്ന സ്ത്രീകളുടെ എണ്ണം എടുത്താൽ വളരെ കുറവായിരിക്കും കേരളത്തിൽ. ഇത് കുറച്ചുകൂടി വൈഡറായിട്ട് സ്ത്രീകളിലേക്ക് റീച്ച് ചെയ്യാനും പിന്നീട് എന്തിനും വേണ്ടിയാണ് പുതിയതായി മദ്യപാനത്തിലേക്ക് വരുന്നവർക്ക് വളരെ ഈസിയായി കഴിക്കാവുന്ന ഒരു ഡ്രിങ്ക് കൊടുക്കുകയാണ്. അതായത് അത് കുട്ടികളാകാം, മുതിർന്നവരാകാം, ആരുമാകാം. അപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ, മദ്യത്തിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യാനും പറ്റിയ, കാരണം ഈ ബിയർ ആയാലും വൈൻ ആയാലും അതിന് ടേസ്റ്റ് ഇല്ല, ബിറ്റർ ടേസ്റ്റ് അതിൽ റിട്ടൈൻ ചെയ്യുന്നുണ്ട് ഈ ആൽക്കഹോൾ ഉള്ള. ഇത് ബിറ്റർ ടേസ്റ്റ് തീരെ അറിയാത്ത തരം ഇത് മിക്സ് ചെയ്ത ഡ്രിങ്ക് ആണ് വരുന്നത്. അതാണ് നമ്മൾ നോക്കുക. നേരത്തെ പറഞ്ഞ നീലക്കുയിൽ നിലവാരത്തിൽ നമ്മുടെ മധ്യവർഗം, നമ്മുടെ പറയുന്നതിൽ വിഷമമുണ്ട്, സാംസ്കാരിക നായകര്, മത നേതാക്കന്മാരും നീലക്കുയിൽ നിലവാരത്തിൽ ഇതിനെ എതിർത്തു എന്ന് പറഞ്ഞെന്ന് വരുത്തി. പക്ഷെ ഇത് പുതിയൊരു ടാർഗറ്റാണ്. കുടിക്കട്ടെ വരുന്നവർ, അല്ലാതെ അതേക്കുറിച്ച് എന്ത് ഞാൻ കമന്റ് പറയാൻ. പക്ഷെ അതൊരു നമ്മുടെ ഒരു മദ്യനയത്തിന് ഒരു നല്ല മദ്യനയമായിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് മാത്രം പറയും.